ഇവര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയിട്ട് പിന്നെ ഇവർ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുവണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എന്റെ ഭാര്യയെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എല്ലാവരും ഹെഡ്സെറ്റ് വെക്കണം. കുട്ടികളാരും ഈ വീഡിയോ കാണരുത്. കാരണം ഞാൻ തെറിവിളിക്കും. അവളെയും തെറിവിളിക്കും, അവനെയും തെറിവിളിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കണേ. പൊന്നു പ്രേക്ഷകരെ, വിഷയത്തിലേക്ക് അടക്കാം. ഈ വൃത്തികെട്ടവള് ആരുടെ കൂടെയാണ് പോയത്? ആ വൃത്തികെട്ടവന്റെ ഫോട്ടോ ഞാൻ വെച്ചു തരാം. ആരും പേടിച്ചിട്ട് അവന്റെ ഫോട്ടോ വെക്കുന്നില്ല. ഞാൻ വെക്കാം, എനക്ക് പേടിയൊന്നുമില്ല. ആ വൃത്തികെട്ടവന്റെ ഫോട്ടോ ഞാൻ വെച്ചു തരാം. ആദ്യം നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം. ഒരു പാവപ്പെട്ട പ്രവാസി. ഈ പ്രവാസി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി സൗദി അറേബ്യയിലാണ്. ഇവന് എന്റെ ഭാര്യ എല്ലാമാണ്, എന്റെ ഭാര്യ കഴിഞ്ഞാലേ മറ്റുള്ളവർ എനിക്ക്. ഇവൾക്ക് എല്ലാ മാസവും ഇഷ്ടംപോലെ പൈസ അയച്ചു കൊടുക്കുകയാണ്. നീ അടിച്ചു പൊളിച്ച് ജീവിക്ക്, ഞാനില്ല നിന്റെ കൂടെ, എന്നാലും നീ നല്ല ഡ്രസ്സ് എടുക്ക്, നീ നല്ല രീതിക്ക് ജീവിക്കടി, നിന്നെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യന് കഷ്ടപ്പെട്ടിട്ട് ഗൾഫ് രാജ്യത്ത് കഷ്ടപ്പെട്ടിട്ട് ആ മാസം കിട്ടുന്ന പൈസ ഇവൾക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇവള് ഞാൻ അത് ചെയ്തിക്ക, ഇത് ചെയ്തിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ കൊടുക്കുന്ന പൈസ ദൂർത്തടിച്ച് ചെലവാക്കുകയാണ്. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വരുന്ന വിവരം ഈ വൃത്തികെട്ടവൾക്ക് അറിഞ്ഞതും ഈ വൃത്തികെട്ടവൾ ഒരു നായിന്റെ കൂടെ ഒളിച്ചോടുകയാണ്. എന്താല്ലേ ആ പാവപ്പെട്ട മനുഷ്യന്റെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പൊന്നു പ്രേക്ഷകരെ. അതായത് ഗൾഫ് രാജ്യത്ത് നല്ല രീതിയിൽ അടിമപ്പണിയെടുത്തിട്ട് അവിടെ കിട്ടുന്ന പൈസ ഈ വൃത്തികെട്ടവൾക്ക് കൊടുത്തിട്ട് ഈ വൃത്തികെട്ടവള് ഇവനിൽ നിന്ന് മുതലാക്കിയിട്ട് ഏറ്റവും അവസാനം ഈ നായിന്റെ കൂടെ, ഒരു വൃത്തികെട്ട നായിന്റെ കൂടെ ഒളിച്ചോടുകയാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം. നമ്മുടെ വിഷ്വൽ മീഡിയ ക്ലിയർ ആയി കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് വെച്ചു തരാം. എല്ലാവരും, അതായത് ഈ വൃത്തികെട്ടവളെ വെറുക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. കൂട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അത് മുൻകൂട്ടി പ്ലാനാണ്. എടി വൃത്തികെട്ടവളെ, 5 മിനിറ്റിന്റെ സുഖത്തിനല്ലേ നീ പോയത്? നീ അനുഭവിക്കും, ഉറപ്പായിട്ടും നീ അനുഭവിക്കും. കാരണം ആ ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കുറച്ച് കഴിഞ്ഞ് ഞാൻ വെച്ചു തരാം. ഓക്കെ, നമുക്ക് തൽക്കാലം ബാക്കിയും കൂടി കേൾക്കാം. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ്. അതെന്തായാലും പച്ചക്കള്ളമാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ല. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, ഇങ്ങേര് പറയുന്നില്ല എന്ന് പറഞ്ഞതാണ്, ഞാൻ പറയും. ഓക്കെ, ഇവള് ഏതവന്റെ കൂടെ പോയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് തൽക്കാലം ബാക്കിയും കൂടി കേൾക്കാം. പക്ഷേ ഇവര് നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവര് നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കൂടെ ഞാൻ ജീവിക്കാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാ. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ചു വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാള് അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. ഈ വൃത്തികെട്ട സ്ത്രീയോട് പറയാനുള്ളത്, ആ 3 മക്കളുടെ ശാപം നീയും അനുഭവിക്കും. അതായത് 3 പിഞ്ചോമന മക്കളുള്ള ഒരുത്തന്റെ കൂടിയാണ് ഈ വൃത്തികെട്ട ജന്തുവായിട്ടുള്ള സ്ത്രീ പോയത്. നാണമില്ലേടി നിനക്ക്? നിന്റെ തൊലി വെളുപ്പ് കണ്ടിട്ടായിരിക്കും അവൻ നിന്നെ ഇതാക്കിയത്. 5 മിനിറ്റിന്റെ സുഖം, അത് കഴിഞ്ഞാൽ നീ അനുഭവിക്കും. ബാക്കിയും കൂടി കേൾക്കാം. അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴാക്കും ഇടയ്ക്ക് 3-മൻ ഒരാളായിട്ട് ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് കടന്നു വരിക.
കടന്നു വരുമ്പോൾ നല്ല ഫ്രണ്ടും നല്ല റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും. പിന്നീട് സങ്കടങ്ങൾ പറഞ്ഞിട്ടത് ഒഴിവാവാൻ പറ്റാത്ത റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ഇറങ്ങി പോവുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്നവരിൽ നല്ലൊരു പങ്കുമാരായിരിക്കും വിവാഹിതരായ ആളുകൾ. അപ്പൊ അത്രയും വലിയ ആവേശം കെയറിങ്ങും കൊടുക്കുന്ന ആൾ എന്താണ് ഇവന്റെ ഭാര്യക്ക് ഇത് കൊടുക്കാത്തത്, ഇവന്റെ മക്കൾക്ക് ഈ കെയറിങ്ങും സ്നേഹവും പരിഗണനയും കൊടുക്കാത്തത്? അതൊന്നും കൊടുക്കാതെ വേറൊരുത്തന്റെ ഭാര്യയോട് ഈ സ്നേഹം പരിഗണനയും കൊടുക്കണതിന് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണോ അവന്റെ കൂടെ ഇറങ്ങിപ്പോണത്? ഒരു തരത്തിലും നിങ്ങളുടെ ലൈഫിൽ ശാശ്വതമായ സന്തോഷം വർക്കത്തും ഉണ്ടാവില്ല. 100% ശരിയാണ്. എങ്ങനെയാണ് സന്തോഷമുണ്ടാവുന്നത്? എത്ര പേര് കരഞ്ഞിട്ടുണ്ടാവും ഈ വൃത്തികെട്ട നായി ഇങ്ങനെ ചെയ്തത് കൊണ്ട്? ഈ രണ്ടെണ്ണത്തിനെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കിയും കൂടി കേൾക്കാം. എനിക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടാവും നിങ്ങൾ പോയിട്ടുണ്ടാവും. ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു സ്ത്രീയും ഒളിച്ചോടുന്നതല്ല, രക്ഷപ്പെട്ടു പോകുന്നതാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഓടിപ്പോണവരുള്ളൂ. ബാക്കിയൊക്കെ അവനവന്റെ ലൈഫിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോണതാണ്. ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ചീനച്ചട്ടിയിൽ നിന്ന് വലിയ തീക്കുണ്ടാറത്തേക്ക് ചാടുന്ന അവസ്ഥ അല്ലേ? ഇത്രേ നിങ്ങൾ നോക്കണുള്ളൂ. നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരാള് വിവാഹിതനായിരിക്കും മിക്കവാറും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ പോകുന്നവരും നല്ലൊരു പങ്കും എന്താണ് ഈ മുസ്ലിങ്ങളായിട്ട് മാറാൻ കാരണം? താത്തമാരാണ് ഈ പോണത്. കാരണം ഞാൻ അത് പറയാൻ കാരണം ഞാൻ ഏതെങ്കിലും മതത്തിന് കുറ്റം പറഞ്ഞതല്ലട്ടാ. കാരണം ഒരു മിസ്സിംഗ് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. അതിൽ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് പെൺകുട്ടി മിസ്സിംഗ് ആയാലും അതിൽ വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് കൊല്ലം, പിന്നൊന്ന് മലബാർ മേഖലയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. അല്ല, ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് ഒരു വ്ളോഗർ എന്ന നിലയിൽ ഒരു കാര്യം ഞാൻ പറയാം. പൊന്നു പ്രേക്ഷകർ, ഏറ്റവും കൂടുതൽ ഒളിച്ചോടുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. വർഗീയതല്ല കൊണ്ടുവരുന്നത് ഉള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് അതിന്റെ കാരണം ഗൾഫ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് നമ്മുടെ പാവപ്പെട്ട പ്രവാസികളാണ്. ഓക്കെ, ആ പ്രവാസികൾ കൂടുതലായിട്ടുള്ളത് മുസ്ലിമീങ്ങളാണ്. അപ്പൊ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട്. ആ പൈസ കൊണ്ട് ഇന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, കഴിച്ചിട്ട് നല്ല കടിയാവുന്നുണ്ട്, കണ്ടവന്റെ കൂടെ പോകുന്നുണ്ട്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇതുകൊണ്ട് എന്നെ തെറി വിളിക്കാൻ പറഞ്ഞ, ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ അടിക്കണം, കല്ലെറിയണം. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വളരെ പാവങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. ഒരു മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അപ്പോൾ മുസ്ലിം താത്തമാരാണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുമായിട്ട് ഇറങ്ങിപ്പോണത്. മക്കളുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ എന്താ അറിയോ? കേസിനൊന്ന് ബലം കുറയും. ഞാൻ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര പോവുക. പിന്നെ ഇവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവം ജസീൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു കാലം അയാൾ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പൊ 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാള്. ആ ഭാര്യയുടെ ശാപം തന്നെ പോരെ നിങ്ങളുടെ ലൈഫ് തകരാൻ? നോക്കാച്ചു, അയാളുടെ ഭാര്യ ഇനിയിപ്പോ കൊണ്ടുപോയ ഒരാളുടെ ഭാര്യ സമ്മതിക്കണം, ഇങ്ങോട്ട് കടന്നു വരൂ മക്കളെ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ല. മനസ്സറിഞ്ഞിട്ട് ഒരു ഭാര്യയും രണ്ടാമത്തെ ഭാര്യനെ സ്വീകരിക്കില്ല. അപ്പോൾ അതൊന്നും അല്ല വിഷയം. ഇതൊരു നൈമിഷികമായ ഒരു സുഖമാണ്. ഓക്കെ, ഒരു കാര്യം പറയാം. ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കളെ നിങ്ങൾ എല്ലാവരും പിടിക്കപ്പെടും. ഈ ഇന്ത്യ രാജ്യത്ത് നിന്നല്ല, ഈ ലോകത്ത് തന്നെ പൊന്നു പ്രേക്ഷകരെ, തെറ്റ് ചെയ്താൽ കർമ്മ തിരിച്ചടിക്കും. നിങ്ങളൊരു 10-15 വട്ടം ഞങ്ങൾക്ക് നല്ല എൻജോയ്മെന്റ് ഉണ്ട് എന്നൊക്കെ ആരും അറിയുന്നില്ല നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ പിടിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവാക്കണം. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ഇങ്ങനെ ഫോണിൽ കൂടെ ബന്ധമുള്ള ഒരു എക്സ്ട്രാ മാറ്റിൽ അഫെയറുള്ള ഒരു സുഹൃത്ത് നൽകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ടേസ്റ്റ് തോന്നും. പക്ഷേ ഇത് കാര്യത്തോട് അടുത്ത് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു സാധനം ഉണ്ടാവില്ലേ. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു നല്ല കുഴിമന്തി, നല്ലൊരു ബിരിയാണി നമ്മളിങ്ങനെ കഴിക്കും. അതിങ്ങനെ കാണുമ്പോൾ വിശന്നിരിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. തിന്നുകണ്ട് കഴിഞ്ഞാലേ ഒരു മണിക്കൂറുണ്ട് കഴിഞ്ഞാൽ ആ സാധനം കാഷ്ടമായിട്ടാണ് പോകേണ്ടി വരും. അത് പോയില്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. കാരണം ഇത് തിന്നുമ്പോഴും അതിനിങ്ങനെ പുറത്തേക്ക് കാണുമ്പോൾ, മന്തി ഇങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ അത് കാണാനൊരു രസമാണ്. അതിങ്ങോട്ട് തിന്നുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അനുഭൂതിയാണ്. തീറ്റൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ലേശം കൊണ്ട് ഓവറായാലും വയറൊക്കെ ഉണ്ട് വേദന ആയാലും നമുക്ക് തിന്ന ലേശം കൂടിപ്പോയോ. ഇത് തിന്നല് കഴിഞ്ഞാൽ ഈ സാധനം കളയേണ്ടി വരും. 100% ശരിയല്ലേ ഇങ്ങനെ പറഞ്ഞത്? 5 മിനിറ്റ് 10 മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ഇവൾക്ക് അവന്റെ കൂടെ പൊന്നുപോലെ അതായത് ഇഷ്ടം പോലെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തു നല്ല മനോഹരമായിട്ടാണ് ആ പൊന്നു പയ്യന് ഈ വൃത്തികെട്ടവളെ നോക്കിയത്. എന്നാൽ ഇവൾക്ക് സുഖം വേണം, അത്ര സുഖം. ആ സുഖത്തിന് വേണ്ടിയിട്ടല്ലേ പോയത്. ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, അടുത്ത വീഡിയോ വരും ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഇവൾ അനുഭവിക്കുന്ന ത്യാഗം കൊണ്ട്, അതായത് ഇവള് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു അവസ്ഥ ഇവൾക്ക് വരട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. ആ പാവം കാരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം
+2 കഴിഞ്ഞ ശേഷം സൗദി അറേബ്യയിൽ 3 വർഷം പണിയെടുത്ത ഒരാളാണ്, ഒരു പ്രവാസിയാണ് ഞാൻ. അവിടുത്തെ അവസ്ഥ എന്തെന്ന് ക്ലിയർ ആയി കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. ദൈവം ചോദിക്കും, പടച്ചോനാണ് ഇവളോട് ഉറപ്പായിട്ടും പറയുകയാണ്, പടച്ചോൻ ഇവളോട് ചോദിക്കും. ബാക്കിയും കൂടി കേൾക്കാം. അത് വേസ്റ്റായിട്ട് വൃത്തികേടായിട്ട് മണമായിട്ട് വൃത്തികെട്ട മണാണ്. ഇതേപോലെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ. കാണുമ്പോൾ നല്ല അഴക്, നല്ല അനുഭൂതി. ഒരാൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അത്രയും പ്രയാസങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെ പോയാൽ നന്നാവും എന്നുള്ളത്. ഒരു മൊയിലേര് ഭാര്യ ഇങ്ങനെ പോയി, ഒരു മൊയിലേര് ഭാര്യ മൊയിലേര് കാര്യം നോക്കൊന്നുമില്ല. മൊയിലേര് വേറെ മലേഷ്യയിലൊക്കെ പോയിട്ട് വേറെ പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ. ആ പാവം ഭാര്യ ഇവിടെ ഇങ്ങനെ കുറെ റീൽസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് തോന്നിയത് വേറൊരു സൗഹൃദ ബന്ധം ഉണ്ടായി. അയാൾ പറഞ്ഞു നിങ്ങളെ മോനും നിന്നെ ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അയാൾ വേറെ മതക്കാരനായിരുന്നു. എന്നിട്ട് പോലും സമൂഹത്തിന്റെ ചോദ്യങ്ങളെയൊക്കെ ഭയന്നിട്ട് അവർ മാറിയിരുന്നു. ഒടുവിൽ അവരെന്ത് ചെയ്തു, അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇന്ന് അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നു, ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹമോചിതയാവാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ വയ്യ, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഗൾഫിലുള്ള പല ആളുകളോട്, നാട്ടിലുള്ള ആളുകളോടൊക്കെ പല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വിയോജിപ്പുണ്ട്. 100% ശരിയല്ലേ? അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിക്കാം. അല്ലെങ്കിൽ അണക്ക് നിന്നെ വേണ്ട, അതായത് തൊലാക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ തീർന്നല്ലേ? എന്തിന് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്നു? ആ പാവപ്പെട്ട മനുഷ്യൻ 2 വർഷം കഷ്ടപ്പെട്ടിട്ട് ഒരു 2 മാസം ലീവ് കിട്ടുമ്പോ ഭാര്യയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ വന്നപ്പോ ഈ വൃത്തികെട്ടവള് വീട്ടിലുള്ള സ്വർണം എല്ലാം അടിച്ചോണ്ട് പോയി എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെ ജീവിക്കും? വല്ലാത്ത കഷ്ടം തന്നെയാണ്. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. ഇനി ഭർത്താക്കന്മാരോടാണ്. ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ വീടോ സ്വർണ്ണോ ആഭരണമൊന്നുമല്ല. അവർക്ക് ചില ഭാര്യമാർക്ക് കിട്ടേണ്ടത് കിട്ടണം. അപ്പോൾ ഒരു സെക്സാണ്, സെക്സും അല്ല. ഇത് ഓരോരുത്തർക്കും ഓരോന്നാണ്. 3 തരം സ്ത്രീകളുണ്ട്. ആ 3 തരം സ്ത്രീകളെ നമ്മൾ കൃത്യമായിട്ട് ആണുങ്ങൾ പഠിക്കണം. ഇന്ത്യ ഭാരതത്തിലെ ഏതാണ്, അവർക്ക് കിട്ടേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവരുടെ ഉള്ളിലൊരു മനസ്സംതൃപ്തി ഉണ്ടാവുള്ളൂ. ചില മണ്ടന്മാരായ ആണുങ്ങളുടെ വിചാരം അവൾക്ക് നല്ല സെക്സിന്റെ കുറവാണ്, മണ്ണാങ്കട്ടയാണ്, അവൾ കാണുന്നത് ഇതിന് മേറ്റൽ റേപ്പായിട്ടാണ് കാണുക. ചില ആളുകൾ ഇത് അവൾക്ക് നല്ല കാശിൻ്റെ നല്ല കാറും ഇതൊക്കെ, അവൾക്ക് കാറും സൗകര്യങ്ങളും വീടൊന്നും അല്ല ആവശ്യം. അവൾ ആഗ്രഹിക്കണത് എന്താണ്? അതിനാദ്യങ്ങൾ ഈ ഭാര്യമാരെ മനസ്സൊന്നും അറിയണം. എത്ര നോക്കിയിട്ടും കാര്യമില്ല ചില ഭാര്യമാരുടെ അവസ്ഥ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല എത്രയോ പെൺകുട്ടികളുണ്ട്, അവരല്ല പറയുന്നത്. ഇത്തരത്തിൽ വൃത്തികെട്ട സ്ത്രീകളോട് എന്താ പറയേണ്ടത്? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ആരാണ് ഈ വൃത്തികെട്ട തെമ്മാടിയുടെ കൂടെയാണ് ഇവൾ പോയത്? ഓക്കെ, ഇവളുടെ പേര് ആയിഷ എന്നോ അല്ല, ഇവന്റെ പേര് രാമനെന്നോ അല്ല. ഞാനത് തമ്മിൽ ക്ലിക്ക് ആവാൻ വേണ്ടി കൊടുത്തതാണ്, ഇനിയും കൊടുക്കും. കാരണം ഇത്തരത്തിലുള്ള വൃത്തികെട്ട പണി നാലാളിലേക്ക്, ഇവറ്റകൾ ചെയ്യുന്ന വൃത്തികേട് നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഇവൾ ചെയ്തത് വൃത്തികേടാണ്. ഈ വൃത്തികെട്ടവനെ നാട്ടുകാർ ഒന്നും കൂടി പെരുമാറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.